തിരുക്കുമാരനും മാതാവിന് 1000 നന്ദി. ഞാൻ 2023 മെയ് മാസം 5-ാം തീയതി മാതാവിൻ്റെ തിരുസന്നിധിയിൽ വരികയും ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അതിനാൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ സാധിച്ചു. ഞാൻ വരുന്നത് കട്ടപ്പനയിൽ നിന്നാണ്. എൻ്റെ പേര് ഷൈനി. ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരു പല്ലിന് നിസ്സാരമായ ഒരു പല്ലുവേദന ഉണ്ടായതാണ്. ആ പല്ലുവേദന കൂടുതലായി മൂക്കിന് അടിവശത്ത് വരെ പഴുപ്പുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായി. ഞാൻ ദന്ത ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു, സർജനെ പോയി കണ്ട് ഓപ്പറേഷനിലൂടെ മാത്രമേ ഇത് മാറ്റാൻ പറ്റുകയുള്ളൂ, പല്ല് കുറേ എടുത്ത് കളയണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാനത് കേട്ട് സർജനെ കാണാൻ പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പല്ലിൻ്റെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം തരണം, വേദന കുറഞ്ഞു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് മോണയിൽ പുരട്ടി. അതിനുശേഷം പഴുപ്പ് കുറച്ച് നിമിഷങ്ങൾക്കകം പഴുപ്പ് പൊട്ടി ഒഴുകാൻ തുടങ്ങി. അത് കുറച്ച് സമയം കൊണ്ട് എനിക്ക് എൻ്റെ വേദനയിൽ നിന്ന് മാതാവ് മുക്തി തന്നു. അങ്ങനെ ആ ഒരു പല്ലുവേദന പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഭവനത്തിൽ നിരന്തരം വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു ഭവനമായിരുന്നു. അതിൽ നിന്നൊക്കെ മാതാവ് എനിക്ക് വിടുതൽ തന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുവാനും അടുത്ത് ജീവിക്കുവാനും സാധിച്ചു. അതുപോലെ സാമ്പത്തികമായി ഏറെ തകർന്നൊരു ഭവനമായിരുന്നു എൻ്റേത്. പക്ഷേ അവിടെ നിന്നൊക്കെ മാതാവ് നല്ല ഒരു വിടുതൽ തന്ന് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് മാസങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുന്നേ നടത്തിയ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് 2 വണ്ടി L&T ഫൈനാൻസ് എന്ന് പറയുന്ന ഫൈനാൻസിൽ നിന്ന് എടുക്കേണ്ടതായി വന്നു. അപ്പോൾ ബിസിനസ് തകർന്നതിൻ്റെ ഭാഗമായി വണ്ടി 2 തിരിച്ച് വണ്ടി കൊടുത്തതിന് ശേഷം 1,30,00,000 രൂപ ഫൈനാൻസിൽ അടച്ചിട്ടുണ്ട്. അതിനുശേഷം 8 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്ന സമയത്ത് ആ പൈസ സെറ്റിൽമെൻറ്റായി 8 ലക്ഷം രൂപ ബാലൻസ് നിന്നത് അടയ്ക്കാൻ പറഞ്ഞിട്ട്, പക്ഷേ സമയത്ത് ആ പൈസ അടയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ 32% പലിശ കൂട്ടിച്ചേർത്ത് 1,68,00,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചു, മാതാവേ യാതൊരു നിവൃത്തിയുമില്ല ഈ പൈസ അടയ്ക്കാൻ, അതുകൊണ്ട് മാതാവ് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇന്നലെ ആ കേസ് തള്ളിപ്പോയി. അതാണ് ഞാനിപ്പോൾ വന്ന് ഈ സാക്ഷ്യം പറയാനിടയായത്. മാതാവിനും എൻ്റെ ഭവനത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ ഭവനത്തിൽ നിരന്തരം ഉണ്ടായിട്ടുണ്ടായിരുന്ന സമാധാനമില്ലായ്മയിൽ നിന്ന് എന്നെ ദൈവം അനുഗ്രഹിച്ചു, മാതാവ് അനുഗ്രഹിച്ചു. ഒരിക്കലും ഉടമ്പടി എടുത്തത് ഒരു നഷ്ടമായി എനിക്ക് തോന്നിയിട്ടില്ല. ഏറെയേറെ നന്മകൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അതിനാൽ എനിക്ക് മാതാവിന് 1000 നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ 1 മിനിറ്റ് ആരെങ്കിലും ഒരാൾ നിന്ന് തരുമെങ്കിൽ ഞാൻ അവരോട് മാതാവിനെ പറ്റി പറയാറുണ്ട്. ചിലവർ കേൾക്കാറില്ല, ചിലവരുടെ അടുത്ത് പത്രം കൊടുത്താൽ അവർ വാങ്ങാറില്ല. അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ പത്രമൊന്നും വേണ്ട. അപ്പോഴും ഞാൻ സന്തോഷത്തോടെ പത്രം തിരികെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഏറെ പത്രങ്ങൾ മേടിച്ച് പൊതുസ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ പരിസരങ്ങളിലും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ രോഗികളായിട്ടുള്ളവരെ ഒത്തിരി സഹായിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും എന്നാലുള്ള പോലെ കൊടുത്ത് ഞാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയാണ്. എനിക്ക് മാതാവിനോട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഏശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. നാം ഓരോരുത്തരെയും ഒരു ഉടമ്പടിയായിട്ടാണ് ദൈവം നമ്മെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. ഈശോയോട് നാം ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ്. സത്യമായും ഈശോയുമായുള്ള ഉടമ്പടിയിൽ ദൈവം തൻ്റെ ഉടമ്പടിയിലെ വിശ്വസ്തത പാലിക്കുന്നത് നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ്. അത് അവിടെ നിന്ന് നിറവേറ്റുന്നു. നമ്മുടെ ഭാഗം
ഈശോയോടുള്ള വിശ്വസ്തത നിലനിർത്തുക എന്നത് മാത്രമാണ്. നാം എന്തുമാത്രം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും ആത്മാവിനെയും എല്ലാം വിശുദ്ധിയോടെ കാത്തു പരിപാലിക്കുന്നുവോ, ദൈവം നമ്മുടെ ഇടയിൽ ഉടൻ പരിഹാരം എന്നതുപോലെ ഉടൻ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ ഉടമ്പടി എന്ന ജീവിത രീതിയുടെ പ്രത്യേകത, വിശേഷത എന്ന് നമുക്ക്, സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാം. മറ്റേതൊരു പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായ ഈ ഉടമ്പടി ജീവിതത്തിൽ ഇന്ന് ഷൈനി നമ്മോട് പറയുന്നത് ഇതാണ്: 8 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് ലോൺ, അത് പലിശയും കുടിശ്ശികയും പലിശയുടെ പലിശയുമൊക്കെയായി ഇവരോട് ചെയ്ത ഒരു വലിയ ഡിമാൻഡ് ഇതായിരുന്നു. 32% പലിശ കൂടിയിട്ട് അത് 1,68,00,000 ലക്ഷം രൂപയായ ഒരു വലിയ കടം ഇവരുടെ ചുമലിലേക്ക് എടുത്തു വെച്ചപ്പോൾ പരിശുദ്ധ അമ്മ അതിനെ ഒരു പൂവിനെ മാറ്റിവെക്കുന്നത് പോലെ ആ കേസ് തള്ളിപ്പോയി എന്നാണ് ഈ സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മാതാവ് ഇടപെടാത്ത യാതൊരു കാര്യങ്ങളുമില്ല എന്നാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും നമ്മെ വെളിപ്പെടുത്തുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു സഹോദരിയുടെ വന്ന് പറയുകയുണ്ടായി, എനിക്ക് 3000 രൂപയുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു, ഒരു കടമുണ്ടായിരുന്നു, എനിക്ക് അമ്മ 5000 രൂപ നൽകിയെന്ന്. പരിശുദ്ധ അമ്മ ഉടൻ പരിഹാരം നൽകുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ്, ജീവിതക്രമമാണ് ഉടമ്പടി. നമ്മുടെ ആവശ്യങ്ങളിലേക്കെല്ലാം ഓടിയെത്തുന്ന ഒരമ്മയാണ്. ഇതിനു മുൻപുണ്ടായ സാക്ഷ്യത്തിൽ അച്ഛൻ വിവരിക്കുകയായിരുന്നു, പരിശുദ്ധ അമ്മ കലവറയിലേക്ക് കടന്നു വരുമ്പോൾ അടുക്കളയിലെ എല്ലാ ആവശ്യങ്ങൾ പോലും പരിശുദ്ധ അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാ മൈന്യൂട്ട്, വളരെ ചെറിയത് മുതൽ വലിയത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നമുക്ക് വേണ്ടി ഈശോയോട് പറഞ്ഞ് ക്രമീകരിക്കുകയും ചെയ്തു തരികയും ചെയ്യുന്ന ജീവിത സാക്ഷ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ നിയോഗങ്ങളിലെല്ലാം ഈശോ കടന്നു വരും. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോ നിവർത്തിച്ചു തരുവാൻ മാത്രം വളരെ ശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മോട് കൂടെ വരുന്നതും പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നതും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടൻ പരിഹാരമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്നത്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ഒരു വലിയ പല്ലുവേദനയെക്കുറിച്ച് പറയുകയായിരുന്നു. തനിക്ക് ഓപ്പറേഷൻ വേണ്ടി വരും, അല്ലാതെ ഈ പല്ലുവേദനയ്ക്ക് വേറെ ചികിത്സയില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോൾ തൻ്റെ ഏറ്റവും നല്ല ഔഷധം ഇവിടുത്തെ ഉപ്പായിരുന്നു. താൻ തൈലം പൂശി ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ആ വലിയ ഓപ്പറേഷനെ, ഒരു വലിയ മലയെ എന്ന വിശ്വാസത്താൽ മലയെ കടലിലാഴ്ത്താൻ തക്കമുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ വളരെ ഈസിയായി തരണം ചെയ്യാനുള്ള കൃപ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് നൽകുന്നു എന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ സഹോദരിക്കുണ്ടായിരുന്ന കുടുംബത്തിലും സമുദായത്തിലുമൊക്കെ ഉണ്ടായിരുന്ന എല്ലാ വഴക്കും പിണക്കവും എല്ലാം മാറി. അതെല്ലാം ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി നമ്മിലേക്ക് ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാം. നാം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ, ജീവിത വിശുദ്ധിയിലൂടെ ജീവിക്കുമ്പോൾ ഈ വഴക്കും പിണക്കും ഒന്നും ഇവിടെ പാടില്ല. ഒരു അൾത്താരയിലേക്ക് കയറി വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ എനിക്ക് ഈ വലിയ ഒരു കൃപയുടെ ഒരു ഭണ്ഡാരം നമുക്ക് ആവശ്യമാണ് എന്ന് തന്നെ ഓർമ്മപ്പെടുത്തി നമ്മെ വിശുദ്ധീകരിച്ച് അൾത്താരയിലേക്ക് കയറ്റുന്ന ഒരു വലിയ അമ്മയാണ് നമ്മോടുകൂടെ സഞ്ചരിക്കുന്നത്. നമുക്ക് ഈ കൃപാസനത്തിൽ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വിശുദ്ധിയുടെ ഒരു വലിയ അനുഗ്രഹം ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കുകയും വഴക്കും പിണക്കങ്ങളും എല്ലാം മാറി ക്ഷമിക്കാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഷൈനിയുടെ കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.